ടെമ്പറമെൻറ്റ്. എന്താണ് ഒരാളുടെ ടെമ്പറമെൻറ്റ്? അതായത് ചിലപ്പോൾ ഒരു കുട്ടി ചെറിയ പ്രായത്തിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് അവൻ എൻജോയ് ചെയ്തിട്ടാണ് എന്താ പറയുക അവൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് അവൻ 4th സ്റ്റാൻഡേർഡ് ആയപ്പോൾ ഒരു മാത്സ് ടീച്ചർ, പുതിയൊരു ടീച്ചർ അല്ലെങ്കിൽ ഒരു സയൻസ് ടീച്ചർ, ഒരു പുതിയ ടീച്ചർ ക്ലാസ്സിൽ വരികയാണ്. പുതിയ ക്ലാസ്, അവന് സ്കൂളൊക്കെ ഇഷ്ടമുള്ളൊരു പയ്യൻ. പെട്ടെന്ന് ആ ടീച്ചറായിട്ട് അവന് സിങ്ക് ആവുന്നില്ല. ആ ടീച്ചറിനെ അവൻ എന്തോ കാരണം പേടി. ആ ടീച്ചർ അവനെയും അവൻ്റെ ക്ലാസ്സിനെ എല്ലാവരെയും ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നു. അത് അവനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നു. പിന്നെ അവന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആ ടീച്ചറിൻ്റെ ക്ലാസ് ഉണ്ടെങ്കിൽ അവൻ ചെറുതായിട്ടൊന്ന് ടെൻഷനാവും. ഇത് അമ്മയുടെ അടുത്തൊന്നും പറയാൻ മാത്രമൊന്നുമില്ല. പക്ഷെ അവൻ എന്തോ ഒരു കാരണം കൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് സ്കൂൾ എന്ന് പറയുന്ന അവിടെ നിന്ന് പതുക്കെ അത് കുറയാൻ തുടങ്ങി. ഈ ടീച്ചറിൻ്റെ ക്ലാസ്സിൽ വരുമ്പോൾ ആ ടീച്ചർ കയറുമ്പോഴേ അവൻ്റെ മൈൻഡ് ഓഫ് ആവുകയാണ്. അവൻ എന്താ ടീച്ചർ പഠിപ്പിക്കണം ഒന്നും അവന് കേൾക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് ഹീ സ്കെയർഡ് ഓഫ് ദി ടീച്ചർ. ആ ടീച്ചറും ഇത്തിരി വെറൈറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പം ഓവറോൾ ഈ 4ാം ക്ലാസ് കഴിയുമ്പോഴേക്കും എന്തായിരിക്കും ഈ കൊച്ചിന് പറ്റുക? എനിക്ക് സ്കൂൾ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിരുന്ന കൊച്ച് എന്തിലേക്ക് മാറും? സ്കൂൾ വെറുത്ത് ഗൈസ് എന്നുള്ളൊരു മൂഡിലേക്ക് അവനെത്തും. ഇതൊരു കൊച്ചായതുകൊണ്ടാണ് ആ കൊച്ചിന് അത് എന്താണെന്ന് മനസ്സിലാക്കാനും അത് പറഞ്ഞു കൊടുക്കാൻ ചിലപ്പോൾ പാരൻസിനോട് പറയാത്തതുകൊണ്ട് അവൻ അത് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യും. 5th സ്റ്റാൻഡേർഡിലും അവൻ അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. 7th സ്റ്റാൻഡേർഡിലും 8th and 9th 10th പോകുമ്പോഴൊക്കെ പൊതുവേ സ്കൂള് എന്ന് പറയുമ്പം അവൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തായി? ഒരു പേടി, ഒരു ഇഷ്ടമില്ലായ്മ ഒക്കെ വരാൻ തുടങ്ങും. ഇതെല്ലാത്തിൻ്റെയും ഒരു റൂട്ട് കോസ്. ഒരു മുള്ളു കുത്തുമ്പോഴാണ് ഒരാൾ കാലിൽ മുള്ളു കുത്തി അയാൾ ചിലപ്പോൾ ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ വളഞ്ഞായിരിക്കും നടക്കുക. അപ്പം നമ്മൾ പറയരുത് അയാൾ വളഞ്ഞ് നടക്കുന്ന ആളാണ്. അയാൾ ആക്ച്വലി അയാളുടെ പ്രശ്നം അയാളുടെ കാലിൽ മുള്ളു കുത്തിയതാണ് അയാളുടെ പ്രശ്നം. അപ്പം നമ്മൾ ആക്ച്വലി അയാളെ ഹെൽപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ക്രച്ചസ് കൊടുത്തിട്ടാണോ അയാളെ ഹെൽപ്പ് ചെയ്യേണ്ടത്? ഒരു വടി കയ്യിൽ കൊടുത്തിട്ടാണോ ഹെൽപ്പ് ചെയ്യേണ്ടത്? അല്ല, ആ മുള്ളു മാറ്റിയാൽ അയാൾ താനെ നേരെ നടക്കാൻ തുടങ്ങും. ഇത് തന്നെയാണ് ടെമ്പറമെൻറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വരുന്നത്. ടെമ്പറമെൻറ്റ് ഇസ് ദ പ്രിഡോമിനൻറ്റ് ഫീലിംഗ്. അതായത് നമ്മുടെ മനസ്സിൽ നമുക്ക് സ്ഥിരമായിട്ടുള്ള ഒരു പ്രിഡോമിനൻറ്റ് ഫീലിംഗ്, ഒരു പ്രിഡോമിനൻറ്റ് ഇമോഷൻ, ഒരു പ്രിഡോമിനൻറ്റ് ആറ്റിറ്റ്യൂഡ് ഓഫ് എ പേഴ്സണെയാണ് ടെമ്പറമെൻറ്റ് എന്ന് പറയുന്നത്.